കള്ളില്ലാണ്ട് പറ്റില്ല. എം ഡി എം എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോ എം ഡി എം കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താ നടക്കണെന്ന് ഒരു രീതിയിലും മനസ്സിലാകുന്നില്ല. ആദ്യം ഫിറോസ് ഖാൻ വന്ന് പറയുന്നു കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് നമുക്ക് സജനയുടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ അതാ ഇന്നലെ മറുനാടനിലെ സജന കുറച്ച് കാര്യങ്ങളൊന്ന് പറയുന്നുണ്ട്. അതിനകത്ത് സജനെ തന്നെ താഴ്ത്തി കിട്ടുന്നുണ്ട്. അതുകൂടാതെ ലഹരിനെ കുറിച്ചും പറയുന്നുണ്ട്. അതില് ദിയാസന ലഹരിയുടെ കടുത്തുകാരിയെന്നാണ് പറയുന്നത്. അതായത് ലഹരിയുടെ വലിയൊരു മാഫിയ ദിയാസനയുടെ പുറകിലുണ്ട് എന്നാണ് ഈ സജന ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ദാ ഫിറോസ് ഖാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനകത്ത് ഫിറോസ് ഖാൻ പറയുന്നതാണെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വരാം, നീ റസൂലിന്റെ ആരുടെ കൂടെ നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് പക്ഷെ എന്റെ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞിനെ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് വന്ന് പറയണത്. പിന്നെ സജനയെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. എന്ന് വെച്ചാൽ സജനയുടെ മൂക്കിൽ കുടഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കിലോ ലഹരി കിട്ടും എന്നാണ് പറയുന്നത്. ഇത് എന്താ ഈ നടക്കണ? ഈ സ്ത്രീകളൊക്കെ ഇതിൽ ഇത്രയും വലിയ എന്താ കണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഫിറോസ് ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞ എന്റെ ദൈവമേ ഒന്നും പറയാൻ പറ്റില്ലേ, എന്തൊക്കെയാ നമ്മുടെ ഈ നാട്ടിൽ നടക്കണം. എന്തായാലും നമ്മുടെ ഇപ്പൊ തൂഫാൻകാർക്ക് എന്തായാലും ഒരു എന്താണ് റെസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇത് സത്യമാണെങ്കിൽ ഇവരെല്ലാവരും വിളിച്ച് അങ്ങ് നേരത്തെ പിടിച്ചങ്ങ് പരിശോധിക്കണം. കാരണം ഇവർ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒരു 3 വർഷത്തിനുള്ളിൽ പോലും ഇവരത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഒരു ഇത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് ഉറപ്പുള്ള കാര്യം തന്നെ. എന്തായാലും ഇവർക്കെതിരെ വലിയ അന്വേഷണം തന്നെ നടത്തണം എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഓഡിയോ വന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ഈ സജന കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞായിരുന്നല്ലോ, സജനേനെ വേറെ രീതിയിൽ പോയേനെ എന്നിട്ട് അതിൽ നിന്ന് വന്ന് രക്ഷിച്ചത് ഈ പറയുന്ന ഈ എന്താണ് റസൂലും പിന്നെ എന്താണ് ലക്ഷ്മിയും പിന്നെ വേറൊരു അവരൊക്കെ കൂടിയാണ് രക്ഷിച്ചെന്ന് പറയുന്നത്. അതിലെ ആ പെൺകുട്ടിയാണ് ഇപ്പൊ രംഗത്ത് വന്നത് ഈ ഓഡിയോ ക്ലിപ്സ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്സിലോട്ട് കേട്ടു നോക്കാം. മൊത്തം അതായത് സജനയുടെ പ്രേമകഥേനെ കുറിച്ച് വരെ പറയുന്നുണ്ട്. അവളൊരു പ്രേമ രോഗിയാണെന്നാ പറയണത്. എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്സ് ഒന്ന് കേട്ടു നോക്കാം. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. എം ഡി എം എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ എം ഡി എം എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോ എം ഡി എം കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. അതായത് ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട്, അതല്ലാത്ത ആൾക്കാരുടെ പേര് സജന ഇവള് പറയുന്നുണ്ട്, എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ റസൂൽ പൂക്കുട്ടിയാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയുന്നത് റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് എനിക്ക് അയക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക, ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കൊക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ
അപ്പം ഫിറോസ് വീഡിയോ കോൾ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന് ടോക്ക് മാറി. ഇക്കാ എന്താണ് കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവൾ ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതല്ല. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അതിനവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൂടെ സത്യം ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരോട്ട് തല്ലി പിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യം ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്നും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഇക്ക, എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും വിളിക്ക, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളിക്ക, ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവൾ പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. ഞാൻ എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവൾ ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവൾ അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി കിട്ടുമെന്ന്. ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവൾ പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജന എയർപോർട്ടിൽ കയറ്റി വിട്ടാൽ പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പം സജന വന്നത് അവൾ വൃത്തിയിട്ടാളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റിവിട്ട എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പം അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പം ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ പറഞ്ഞു നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. ആ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ് അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പം അവനെ വിളിക്കും. സജന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നു സജന? അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടെങ്കിൽ അവർ ഇവരൊക്കെ മൂപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവൾ ഇവിടെ ഇരുന്നില്ല. എനിക്കേടാ നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കിട്ടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനാരും എനിക്ക് പറയണോടാ. കാരണം ഇവൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ശരി മോളെ എന്നും പറഞ്ഞിട്ടാണ് വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെ ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്.
ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഒരു ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണം, ഇയാൾ എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചത് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇയാൾ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ വേറൊരു കുട്ടിയുണ്ട്. അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയുക അങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല, ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളും അല്ല. അപ്പം ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, എനിക്ക് ഞാനും വന്നിട്ട് എന്നെ കൊണ്ട് എനിക്ക് റസൂൽഖാനെ കാണണം ഇവള് ബഹളം വെച്ചിട്ട്. അപ്പം അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്, സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് പറഞ്ഞതിന് നമുക്കെന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, എന്താണ് സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടൊരു റൂമിലാണ്. ഇവർ ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എപ്പോൾ നോക്കിയാലും എൻ്റെ ഇക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറയും. ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നും നല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവൾ വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണം വെച്ചത്. ഇവളെ ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ 2 മക്കളെയുമായിട്ട് അവൾ ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ വെച്ച് എന്ത് പറ്റി? എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേക്ക് ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാർക്ക് പറയില്ല, കൂടെ നിന്ന് ചതിക്കാൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ച് കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയടി, അത് എൻ്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുക. അയ്യോ എൻ്റെ ദൈവം, ഞാൻ എൻ്റെ ലൈഫിനൊക്കെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറയട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്ത് വെച്ച് പവിത്രയായ സജന വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആണിൻ്റെ കൂടെയാണ്, അവൾ ഈ ആണിൻ്റെ കൂടെയാണ്, അവൾ മറ്റാണിൻ്റെ കൂടെ. എന്തിനങ്ങനെ പറയണേ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അവൾ അവയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഇട്ടുതരുന്നുണ്ട്. ഞാനെല്ലാം ആവശ്യം വന്നാൽ എല്ലാം എടുത്ത് ഞാനിടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്നിടും. എന്നിട്ട് അവൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളവിടെ ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്തുനിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും. പിന്നെ കൂടുതൽ ഉപദേശിച്ച റിസൾട്ട് കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ പറ്റാണ്ട് എൻ്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏതോ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോൺ എടുക്കണോ, കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവൾ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവൾ കടം വാങ്ങിക്കുന്നത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. MDMA എന്നൊക്കെ പറയുന്ന ചെറിയ അലിഗേഷൻ അല്ല. ഡിയാസന MDMA അടിച്ചെന്നും ക്യാരിയറായിരുന്നു. അവൾ വെറുതെ ഇരിക്കില്ല, അവളുള്ള സത്യം തെളിയിക്കും വീണ്ടും നീ നാൾ. പിന്നെ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇല്ലെന്നും പറഞ്ഞ് നീ പറയുന്നത്
നമ്മൾ കൊടുക്കാത്തൊരു കാര്യം ഒരിക്കലും യൂട്യൂബേഴ്സ് ഇടത്തില്ല. അവർ പബ്ലിക്കലി പറയുന്ന കാര്യം തന്നെയാണ് ഇടുന്നത്. 99% ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. 1% ഉള്ളത് ജനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു യൂട്യൂബർ ഉണ്ട് അങ്ങനെ റസൂൽ പൂക്കുട്ടിയുടെ ക്യാഷ് മേടിച്ചിട്ട് അയാൾ ഒരിക്കൽ പോലും കുറ്റം പറയാതെ ബാക്കിയുള്ളവരുടെ ചേർത്ത് കുറ്റം ചാരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സജനയോട് കൂടി പറയാനുള്ളതാണ്. കാരണം ഫോണുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞുമായിട്ടൊരു കണക്ഷൻ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല, നിങ്ങൾക്ക് കേസ് കണ്ടോന്നില്ല. പക്ഷേ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകും. ഇനിയിപ്പം എന്നെ കള്ള കേസ് നിങ്ങൾ കുടിക്കാനും എനിക്ക് കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞിനെ വെച്ച് കളിക്കരുത്. ഇതിനെതിരെ ദിയാസന എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ നമ്മുടെ സജന വന്ന് മറുനാട്ടിൽ പറഞ്ഞ ഈ ദിയാസനയുടെ കാര്യങ്ങൾക്കൊക്കെ എതിരെ ദിയാസന എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട്. ദിയാസന പറഞ്ഞിരിക്കണം ഞാൻ എന്തായാലും കേസായിട്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഞാൻ നല്ലൊരു ചാനൽ നോക്കി. ഓൾറെഡി മറുനാടിനും ദിയാസനും എന്തൊക്കെ പ്രശ്നങ്ങളും കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മറുനാടിലോട്ടായിരിക്കത്തില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും നല്ല വ്യൂവർഷിപ്പ് ഉള്ള ചാനൽ നോക്കിയിട്ട് പുള്ളിക്കാരി ഇന്റർവ്യൂ കൊടുക്കും. ഇതിനെക്കുറിച്ചുള്ള പുള്ളിക്കാരിക്ക് പറയാനുള്ള എല്ലാം പുള്ളിക്കാരി വെട്ടി തുറന്ന് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതൊക്കെ കുറിച്ച് കാണാം. അപ്പൊ എന്തായാലും സത്യം പറഞ്ഞത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ചെളി വാരി വാരി അങ്ങ് എറിയ ചെയ്തോണ്ടിരിക്കണം. അല്ലാതെ നമ്മളിപ്പോ എന്നാ പറയാൻ ഇതിനേക്കാ അല്ലെ? എന്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇങ്ങനെയാണോ ഈ സെലിബ്രിറ്റീസുടെ സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ സ്റ്റാർഡം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇടിഞ്ഞു വീണു. ഇതിനിടയിൽ പറയുന്നുണ്ട് ദിയാസനയ്ക്ക് എന്താ വരുമാനം, എന്താ വേറെന്താ വരുമാനം, എന്താ ദിയാസന എങ്ങനെ ജീവിക്കുന്നു, ദിയാസന ഇതിന്റെ മെയിൻ ആളാണെന്ന് പറഞ്ഞ ഒരു ഭാഗം വേറെ ആൾക്കാരും പറയുന്നുണ്ട്. ഇതിലിപ്പോ എന്താ സത്യം ഇനി പോലീസ് തന്നെ കണ്ടുപിടിക്കണം. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ എന്തായാലും നല്ലൊരു അന്വേഷണം തന്നെ വേണം. ഇവർക്കല്ല നമ്മുടെ തലമുറകളെ ഇങ്ങനെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പിടികൂടുക തന്നെ ചെയ്യണം. അത് എത്ര വലിയ വമ്പൻ പാർട്ടീസ് ആണെങ്കിലും അവരെ പിടികൂടുക തന്നെ ചെയ്യണം.